മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തോടു കൂടി നമ്മുടെ പെങ്ങൾമാരും ഷാനവാസും അടിയായിരിക്കുകയാണ്. പെങ്ങൾമാരെന്ന് ഉദ്ദേശിച്ചത് ആദിലയും നൂറയും. അതിനെക്കുറിച്ച് രാവിലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും അക്ബറും സംസാരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നത് ഷാനവാസ് ആദിലിനെയും നൂറയും തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ എന്നാണ്. അതിന് അക്ബർ പറയുന്നത് ഇതൊക്കെ ചിലപ്പോൾ ഇവരുടെ അഭിനയമായിരിക്കും. ഇവരാദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെ പിണങ്ങുന്നതും അടുക്കുന്നതും എല്ലാം. പിന്നെ എല്ലാവരും ഒരുമിച്ച് പിണങ്ങിയതിൻ്റെയും ഒറ്റപ്പെടുത്തിയതിൻ്റെയും ദേഷ്യം ഷാനവാസിൻ്റെ മനസ്സിലുണ്ട്. അത് ഷാനവാസിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അറിയാം. ആ ഒരു ദേഷ്യം ഷാനവാസിന് ഉണ്ട് എന്നല്ലാതെ തെറ്റൊന്നും ഇതുവരെ ഷാനവാസിന് മനസ്സിലായിട്ടില്ല എന്നാണ് അക്ബർ പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്മിയും ശരിവയ്ക്കുന്നു. കാരണം ലക്ഷ്മി പറയുന്നത് ഇന്നലെ നെവീനോട് ഷാനവാസ് മാപ്പ് പറയാതെ ആരും ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ അതിനുശേഷം ഉച്ചയ്ക്ക് ലക്ഷ്മി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഷാനവാസ് വന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴിച്ചല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കളിയാക്കി ചിരിച്ചിട്ടാണ് പോയതെന്നാണ് ലക്ഷ്മി പറയുന്നത്. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ബാലൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. അക്ബർ എന്തായാലും പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞ ദിവസം രാത്രിയിലിരുന്ന് ആദിലയോട് സംസാരിച്ചതിന് ശേഷമാണ് അവൾക്ക് അവൾ ചെയ്ത തെറ്റ് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചത്. പക്ഷെ അത് ഷാനവാസിന് മനസ്സിലാവുന്നില്ല, അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഇന്നലെ ആദില നെവീനോട് സംസാരിച്ച സമയത്തും ആദിലയും പറഞ്ഞിരുന്നു അക്ബർ എന്നോട് രാത്രിയിൽ സംസാരിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായതെന്ന്. ആ കാര്യം തന്നെയാണ് അക്ബർ ഇവിടെ ലക്ഷ്മിയോടും പറയുന്നത്. അക്ബർ കുറേ നേരം സംസാരിച്ചിട്ടാണ് തെറ്റ് മനസ്സിലാക്കി കൊടുത്തത് ആദിലയ്ക്ക്. പക്ഷേ ഷാനവാസ് ഇപ്പോഴും ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ബിന്നിയൊക്കെ പറയുന്നത് ആദിലയാണ് ഷാനവാസിനെ കൺവിൻസ് ചെയ്യിച്ച് നെവീനെതിരെ ഇങ്ങനൊരു അലിഗേഷൻ കൊണ്ടുവന്നത് എന്നാണ്. അല്ലായിരുന്നുവെങ്കിൽ ഷാനവാസിന് ഇതൊരു പ്രശ്നമായിരുന്നുവെങ്കിൽ ഷാനവാസ് ആദ്യമേ ഈ ഒരു പ്രശ്നം നേരത്തെ കൊണ്ടുവരുമായിരുന്നു എന്നാണ് ബിന്നിയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അയാളെ ഒറ്റപ്പെടുത്തി ആദില മുങ്ങിയതാണെന്നും ബിന്നി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി തന്നെ കാത്തിരിക്കാം. അതിൻ്റെ സത്യാവസ്ഥ ലാലേട്ടൻ വന്നാലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.